മലപ്പുറം നന്നമ്പ്രയിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2 കോടി കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പണം നഷ്ടപ്പെട്ട തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് അനീഫിന്റെ വീട്ടിൽ താനൂർ ഡിവൈഎസ്പി നേരിട്ടെത്തി മൊഴിയെടുത്തു. വിപിൻ സി വിജയൻ മലപ്പുറം ചെയ്തു. വിപിൻ സി, വലിയ തുകയാണ്. ഇത്തരത്തിൽ കാറിൽ പണമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തിയൊരു ആസൂത്രിതമായ കവർച്ചയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് വിപിൻ? സുഹൈൽ, വലിയ കവർച്ചയാണ് നന്നമ്പ്ര തെയ്യാലിങ്കലിൽ നടന്നത്. അതും ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയായിരുന്നു. മുഹമ്മദ് അനീഫ് ഒരാൾക്ക് കടം കൊടുത്ത പണം അത് തിരിച്ചു വാങ്ങി വരുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. 2 കോടി രൂപയാണ്, അതായത് 1,95,00,000 രൂപയായിരുന്നു കാറിലുണ്ടായിരുന്നത്. അത് 4 ബാഗുകളിലാക്കിയാണ് സൂക്ഷിച്ചിരുന്നത്. അത് ഈ തെയ്യാലിങ്കൽ എന്നുള്ള സ്ഥലത്ത് എത്തിയപ്പോൾ ഈ അക്രമി സംഘം വാഹനം തടഞ്ഞു നിർത്തുകയും ഒപ്പം തന്നെ കാറിലെത്തിയതായിരുന്നു ഈ അക്രമി സംഘവും. അവർ കാറിന് കുറുകെ നിർത്തുകയും അതിൽ നിന്ന് ഇറങ്ങി മറ്റ് ഹോക്കി സ്റ്റിക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ടായിരുന്നു ഇറങ്ങിയത്. കാറ് തല്ലി തകർത്തു. അതിനുശേഷമാണ് ഈ പണം കവർന്നിരിക്കുന്നത്. കൊടിഞ്ഞി ഭാഗത്തേക്കാണ് ഈ പ്രതികൾ പോയിരിക്കുന്നത്. ഒപ്പം തന്നെ അപ്പോൾ ഇന്ന് ഈ ഡിവൈഎസ്പി എത്തി ഇവരുടെ മൊഴി രേഖപ്പെടുത്തി. 2 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്, അനീഫും അഷ്റഫും. ഈ 2 പേരുടെയും മൊഴിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഊർജിതമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കും. ഈ പറഞ്ഞതുപോലെ തന്നെ ഇതേക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ്. അതായത് ഇങ്ങനെ ഒരു കടം കൊടുത്തിട്ടുണ്ടെന്നും അത് തിരിച്ചു വാങ്ങിയിട്ടുണ്ടെന്നും ഈ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നതും എന്നൊക്കെ അറിയാവുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ പണം കൊടുത്ത ആളുടെയും വാങ്ങിയ അനീഫിന്റെയും മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. നാളാകെ തന്നെ ഞെട്ടിപ്പോയി. കാരണം 2 കോടി രൂപ കാറിൽ കൊണ്ടുവരുന്നു, അത് തട്ടിയെടുക്കുന്നു. ആ സമയത്ത് അവിടെ ആകെ ഒരു അക്രമ പരമ്പര തന്നെ ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെ ആളുകളെ വലിയ രീതിയിൽ തന്നെ ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ സംഭവത്തിൽ അനീഫിന്റെ കയ്യിന് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. മുഹമ്മദ് അഷ്റഫാണ് ആ സമയത്ത് കാറ് ഓടിച്ചിരുന്നത്. സുഹൈൽ, വിപിൻ, ഇത്തരം കേസുകളിലൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കൃത്യമായി ഹനീഫ് ഇത്രയും വലിയ തുക കാറിൽ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയുന്ന ഒരു സംഘം, ആ സംഘം കൃത്യമായി ആസൂത്രിതമായി നടത്തിയൊരു കവർച്ച, ഇത്തരത്തിലൊരു സ്പോട്ട്, ഈ പറയുന്ന ക്രൈം സ്പോട്ടിൽ ഇത്തരത്തിൽ CCTV ക്യാമറകളോ ആളനക്കമോ ഒന്നും ഇല്ലാത്ത ഇടമാണോ? ഈ സ്പോട്ട് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി തന്നെ തെരഞ്ഞെടുത്തതാണോ? തെയ്യാലിങ്കൽ സ്കൂൾ പടി ഭാഗത്ത് വെച്ചിട്ടാണ് ഇവർ വരികയായിരുന്ന കാറിന് കുറുകെ നീല സ്വിഫ്റ്റ് കാർ നിർത്തുകയും ഈ അക്രമി സംഘം ഇറങ്ങുകയും ചെയ്തിരുന്നത്. 4 സംഘമാണ് ഈ പണം തട്ടിയെടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. ഈ പ്രദേശത്ത് മറ്റ് CCTVകളില്ല. പക്ഷേ CCTV ഉള്ള ഭാഗത്തേക്ക്, അതായത് കൊടിഞ്ഞി ഭാഗത്തേക്കാണ് ഈ വാഹനം പോയിരിക്കുന്നത്. അത് പ്രകാരമുള്ള ഒരു അന്വേഷണം, അത് CCTVകളൊക്കെ കണ്ടെത്താനുള്ളൊരു ശ്രമം ഇപ്പോൾ തന്നെ താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ഈ സമയത്ത് വ്യക്തമാകുന്നത്. കൂടുതൽ സജീവമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ട്. കാരണം ഈ 4 സംഘമാണ്, അവർക്ക് ഇതേക്കുറിച്ച് കൃത്യമായി അറിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് പോലീസ് സ്വാഭാവികമായിട്ടുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ ആ രീതിക്കുള്ള അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ തെളിവുകൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. സുഹൈൽ, എന്തായാലും വലിയ പ്രയാസമില്ലാതെ 2 കോടി കവർന്നെടുത്ത സംഘത്തെ പിടിക്കാനാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറത്ത് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയത്. പ്രവാസി വ്യവസായിയെ കൊല്ലത്ത് നിന്ന് പോലീസ് മോചിപ്പിക്കുകയും ചെയ്തു. സമാനമായ കുറ്റകൃത്യങ്ങൾ പലയിടത്ത് പല രീതിയിൽ ആവർത്തിക്കുന്നു എന്നുള്ളത് ഭയപ്പെടുത്തുന്ന, ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണ്. വിപിൻ സി വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.